ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിദായത്തുൽ അദിക്കയുടെ ഒരു പ്രധാന ഭാഗത്തിലേക്കാണ് നാം പോകുന്നത്. ത്വരീഖത്തും ശരീഅത്തും ഹഖീഖത്തുമൊക്കെ വേർതിരിച്ചു പറയുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുന്നു അദിക്കയുടെ 4-ാമത്തെ ബൈത്ത്, ഇന്ന ത്വരീഖത്ത ശരീഅത്തുൻ വത്വരീഖത്തുൻ വഹഖീഖത്തുൻ. ഇന്ന ത്വരീഖ, അള്ളാഹുവിലേക്കുള്ള സഞ്ചാര പദങ്ങൾ, അത് ശരീഅത്തുമാണ്, ത്വരീഖത്തുമാണ്, ഹഖീഖത്തുമാണ്. അതുകൊണ്ട് ഫസ്മഅ ലഹാ മാ മുസ്സില, പറയപ്പെടുന്ന ഉദാഹരണങ്ങളൊക്കെ നീ കേട്ടോ. അപ്പം നമുക്ക് ശരീഅത്തുണ്ട്, നമ്മളെ മുന്നിലുണ്ട്, ത്വരീഖത്തുണ്ട് നമുക്കുണ്ട്, ഹഖീഖത്തും നമുക്കുണ്ട്. അപ്പം ശരീഅത്തിൽ കയറി ത്വരീഖത്തിലൂടെ സഞ്ചരിച്ച് ഹഖീഖത്തിലെത്തുക. അങ്ങനെ ശരീഅത്തിൽ കയറി ത്വരീഖത്തിലൂടെ സഞ്ചരിച്ച് ഹഖീഖത്തിലെത്തുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം ഫശരീഅത്താകുന്നത് കസഫീനത്തിൻ, അത് കപ്പൽ പോലെയാണ്. ശരീഅത്താകുന്നത് കസഫീനത്തിൻ, അത് കപ്പൽ പോലെയാണ്. അപ്പോൾ കപ്പലിൽ കയറുമ്പോൾ കപ്പലിൽ ചില രീതികളൊക്കെ ഉണ്ടാവും. ആ രീതികളൊക്കെ പാലിച്ച് കപ്പലിലുള്ള യാത്ര പാലിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള സാധനം റെഡിയായെന്നർത്ഥം. കപ്പലിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, കപ്പലിൽ നിന്ന് പൂർണ്ണമായും കയറാതിരിക്കാൻ പറ്റൂല, കപ്പലിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അപ്പോൾ കപ്പലിൽ യാത്ര റെഡിയാവണമെങ്കിൽ പൂർണ്ണമായും കപ്പലിൽ നമ്മൾ കയറണം. യാത്രയുടെ കപ്പൽ എന്ന് പറഞ്ഞാൽ കപ്പൽ അവിടെ കടലിൽ വെച്ചിട്ട് കടലിൽ ഇറക്കി കപ്പലും ഉണ്ട്, നമ്മൾ അതിൽ കയറിയിട്ടില്ലെങ്കിൽ യാത്ര നടക്കൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കപ്പലിൽ കയറണം, മീൻസ് ശരീഅത്ത് പാലിക്കണം. അപ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയുമാണ് അടിസ്ഥാനപരമായിട്ട് ശരീഅത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ ഉള്ള ശരീഅത്തുകളൊക്കെ അതും പാലിക്കുക. അപ്പോൾ കപ്പൽ റെഡി. ത്വരീഖത്താവുന്ന കൽ ബഹരി, ബഹർ പോലെയാണ്. കപ്പൽ അപ്പം ഇതിലൂടെ തന്നെ കൊണ്ടുപോകണം, കടലിലൂടെ തന്നെ കപ്പലിനെ കൊണ്ടുപോകണം. അപ്പം കപ്പലിനെ കടലിലൂടെ കൊണ്ടുപോകുന്നു, കടലാണ് ത്വരീഖത്ത്. അപ്പം ത്വരീഖത്തിൽ സൂക്ഷ്മത, ത്വരീഖത്താണ്. ദൃഢമായ പെരുമാറ്റങ്ങൾ ത്വരീഖത്താണ്. വിട്ടുവീഴ്ചയില്ലാത്ത ആത്മനിയന്ത്രണങ്ങൾ, അത് ത്വരീഖത്താണ്. ഈ വക കാര്യങ്ങളൊക്കെ ശരീഅത്താവുന്ന കപ്പലിൽ കയറിയ ആൾക്ക് ത്വരീഖത്താകുന്ന കടലിലൂടെ കൊണ്ടുപോകുമ്പോൾ സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഖുലാ, ഉന്നതമായ ദുർറ്, മുത്താണ് ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ. മുത്ത് കടലിലാണ് ഉണ്ടാവുക. വലിയ മഹത്വമുള്ള, സ്ഥാനമുള്ള, വിലയുള്ള സാധനങ്ങളൊക്കെ കടലിൻ്റെ ആഴിയിലാണുള്ളത്. അപ്പം കടലിൻ്റെ ആഴിയിൽ എത്തണമെങ്കിൽ കപ്പലിൽ ഭദ്രമായിരുന്ന് ഈ കടലിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ അപ്പം അവിടുന്ന് എന്ത് കിട്ടും? ഈ മുത്തുകളും പവിഴങ്ങളും മാണിക്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കിട്ടും. അവിടെ ആത്മീയത കിട്ടും, അള്ളാഹുവിനെ കിട്ടും. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഇവകളൊക്കെ സമ്പൂർണമായി വരും. ഇതിന് കപ്പലും കടലും നിർബന്ധമാണ്. കപ്പലും കടലും നിർബന്ധമാണ്. ഇനി അതിനെ ചെറിയ രീതിയിൽ പറയാണ്. അപ്പൊ ഫശരീഅത്തുൻ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദും ബിദീനിൽ ഖാലിഖി, ഖാലിഖായ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്. വഖിയാമുഹു ബിൽ അംരി വന്നഹി, അമ്രും നഹിയും, കൽപ്പനകളും നിരോധനങ്ങളും. അപ്പം നിരോധനങ്ങളും കൽപ്പനകളും കൊണ്ട് ഒരാൾ നിലനിൽക്കലാണ്. ചെയ്യാൻ പറഞ്ഞതിനെ പാടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞതിനെ സമ്പൂർണമായും
ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യലാണ് അമ്രു കൊണ്ടും നഹി കൊണ്ടും ദീനിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചില വ്യക്തമായ, അപ്പോൾ അത് ഫുഖഹാക്കൾ മുഖേന, ഹദീസ് മുഖേന, ഖുർആൻ മുഖേനയൊക്കെ നമ്മോട് ദീനിൽ വെളിവാക്കാൻ പറഞ്ഞ സംഗതി ഉണ്ട്. അപ്പൊ നമുക്ക് വെളിവാകാത്ത, മനസ്സിലാവാത്തതിനെ നമ്മൾ പിന്നെ വിട്ട് നിൽക്കേണ്ടി വരും. തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടത്? അതിന് ത്വരീഖത്ത് പാലിക്കേണ്ട ഒരു ആത്മീയ രീതികൾ ഉണ്ടെങ്കിൽ നേരെ ഹദീസിലും ഖുർആനിലും അല്ലെങ്കിൽ ഫുഖഹാക്കൾ അത് വേണ്ട, അത് കുഴപ്പമില്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനെ വരെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കുക. അതാണ് ത്വരീഖത്തിന്റെ പൂർണ്ണത. ചിലപ്പോൾ അത് ശരീഅത്തിനെ ബാധിച്ചാലോ, കപ്പലിന് ഓട്ട വീഴാൻ സാധ്യത ഉണ്ടെങ്കിലോ, വെള്ളം കയറിക്കൊണ്ട് കപ്പൽ മുങ്ങിപ്പോയാലോ, അപ്പോൾ ആ കപ്പലിലേക്ക് ഓട്ട വീഴാതിരിക്കാനുള്ള മാർഗങ്ങൾ കൂടെ അവലംബിക്കുന്നു. ത്വരീഖത്താകുന്നത് അഖ്ദും ബി അഹ്വത, ഏറ്റവും സൂക്ഷ്മമായതിനേക്കാൾ വറഅ് പോലത്തെ, വറഅ് എന്ന് പറഞ്ഞാൽ ചുരുക്കിയ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാകുമോ എന്ന ഭയത്താൽ ഹലാലിനെ വരെ ഒഴിവാക്കുന്ന സ്വഭാവം. ഹറാമാണെങ്കിലോ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞാലും, അങ്ങനെ യൂട്യൂബിൽ പരസ്യം കണ്ടാലും, ഇത്ര സാധ്യതകൾ അതിലുണ്ടെങ്കിലും, പലിശയില്ല എന്ന് പറഞ്ഞാലും, ഒരു പക്ഷേ പലിശ കയറി വന്നാലോ, പലിശ കയറാനുള്ള സാധ്യത ഉണ്ടെങ്കിലോ, അപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ആ സാധനത്തെ പാടെ ഉപേക്ഷിക്കുന്നു. അപ്പൊ ശരീഅത്തിന് കോട്ടം പറ്റുന്നില്ല. അതാണ് ത്വരീഖത്ത്. അസീമത്തും കരിയാളത്തിൻ, റിയാള പോലെയുള്ള അസീമത്തുമാണ്. അസീമത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ശക്തമായ കടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മീയ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ട് ഹറാമുകളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന അനുവദനീയമായ കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടിക്കൊണ്ട് സ്വച്ഛപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, സുന്നത്ത് ഫർള് നോമ്പ് സ്വീകരിക്കാൻ ധാരാളം സുന്നത്ത് നോമ്പുകൾ നോക്കുന്നു, നിർബന്ധമായ സ്വതക്ക പൂർണ്ണമാകാൻ വേണ്ടി ധാരാളം സക്കാത്തുകളും കൊടുക്കുന്നു, നിർബന്ധമായ അഞ്ചു വക്ത് ഫർള് നിസ്കാരം സമ്പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ, ആ സുന്നത്ത് നിസ്കാരങ്ങൾ സമ്പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ അദബുകളും മര്യാദകളും തിയറികളും പാലിച്ചുകൊണ്ടുള്ള ആത്മീയ ജീവിതം. അങ്ങനെ ആ ജീവിക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഹഖീഖത്താവുന്ന മുത്ത് കിട്ടും. വതരീഖത്തുൻ അഖ്ദും ബി അഹ്വത കൽവറ വഅസീമത്തുൻ കരിയാലത്തിൻ മുതബത്തില. മുതബത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുറിഞ്ഞു മുന്നിടുന്ന, അങ്ങനെ അല്ലാഹുവിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തെറ്റാകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന സംഗതികളെ കൂടെ ഒഴിവാക്കിക്കൊണ്ട് കടുത്ത ആത്മീയമായ പരിശീലനങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ മാർഗമാണ് അത് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. ഹഖീഖത്താവുന്നത് ലിവുസൂലിഹി ലിൽ മഖ്സദി, ഉദ്ദേശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കപ്പൽ കയറി, കപ്പൽ കടലിലേക്ക് ഇറക്കി, ഇനി എന്ത് ചെയ്യണം? ഉദ്ദേശത്തിലേക്ക് എത്തണം. ആ ഉദ്ദേശമാണ് അവിടെ ഹഖീഖത്ത് എന്ന് പറഞ്ഞത്. പിന്നെ മുഷാഹദുൻ, ആ ഉദ്ദേശത്തിലേക്ക് എത്തലാണ് ഹഖീഖത്ത്. പിന്നെ മുഷാഹദുൻ, അല്ലാഹു തആല ഇങ്ങോട്ട് കാണുന്നുണ്ട്, നാം അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നുണ്ട്. ആ കാണുന്നുണ്ട് എന്നുള്ള ആ അറിവിൽ നിന്ന് നമുക്കുണ്ട്, അല്ലാഹു നമ്മളെ ഫുൾ കാണും, അല്ലാഹു സമീഉം ബസീറുമാണ് എന്നുള്ള അറിവ് നമുക്കുണ്ട്. നമ്മള് അങ്ങോട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അറിവും കഴിവുമാണ്. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, നമുക്കതിൻ്റെ ഒരു ബോധം അങ്ങോട്ട് വന്നിട്ടില്ല. ടൗണിലോ കടയിലോ കയറി കഴിഞ്ഞാൽ അനാവശ്യമായ ഇടങ്ങളിൽ കൈ പോകരുത്, അവിടുന്ന് നമ്മളൊന്നും കയ്യിൽ കീശയിലൊന്നും മോഷണം പാടില്ല, കാരണം CCTV അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മെപ്പോഴും ഒതുക്കി നിർത്തുന്നുണ്ട്. ആ ഒരു മുഷാഹദ് അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാകുന്നതാണ് ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ. അത് ത്വരീഖത്തും ശരീഅത്തും പൂർണ്ണമായവർക്ക് ഉണ്ടാവുകയുള്ളൂ. നൂറ് തജല്ലി, ചില വെളിവായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നൂറ് തജല്ലി, അപ്പൊ അള്ളാഹുവിൻ്റെ നൂറ് ലഭിക്കുക, മുഷാഹദ കിട്ടുക, ലക്ഷ്യത്തിലെത്തുക, ഇതൊക്കെയാണ് ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ത്വരീഖത്താകുന്ന കടലിലൂടെ ശരീഅത്താകുന്ന കപ്പൽ കൊണ്ട് സഞ്ചരിച്ചാൽ ഹഖീഖത്താകുന്ന മുത്ത് കരസ്ഥമാകും. കപ്പലിൽ കയറാത്തവർക്ക് മുത്ത് കിട്ടില്ല, കപ്പൽ കടലിൽ ഇറക്കാത്തവർക്ക് മുത്ത് കിട്ടില്ല. ആ കപ്പലും കടലും കൂടെ
കൃത്യമായ രീതിയിൽ യാത്ര ചെയ്ത ആളുകൾക്ക് ഹഖീഖത്തും അതിൻ്റെ പൂർണ്ണതയും കിട്ടുകയുള്ളൂ. അതാണ് ആകമൊത്തത്തിൻ്റെ ആശയം. അല്ലാഹു ജല്ല ജലാലുഹു ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.